കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഈ മനോഹരമായിട്ടുള്ള ഈ സ്തുതി, ഈ പ്രാർത്ഥന, ഇത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയതാണ്. അദ്ദേഹം കുട്ടിക്കാലത്ത് സ്വയം സൃഷ്ടിച്ച് ഭഗവാനെ സ്തുതിച്ച ആ ഒരു മുക്തകമാണ്, ഒരു ശ്ലോകമാണിത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരു 4-5 വയസ്സ് പ്രായമുള്ള ആ ഒരു കാലത്ത് തൻ്റെ പരദേവതയെ കാണാനായിട്ട്, ഭഗവതിയെ കാണാനായിട്ട് അമ്പലത്തിൽ പോകുന്നു. 4-5 വയസ്സേ ഉള്ളൂ എന്ന് ഓർക്കണം. അദ്ദേഹം തൊഴുത് പുറത്തേക്ക് വരുന്ന സമയത്ത്, അന്നത്തെ കാലത്തൊക്കെ പ്രായമുള്ളവർ ചെറുപ്പക്കാരെ കാണുമ്പോൾ ചോദിക്കുമല്ലോ, പഠിത്തം എന്തായി അല്ലേ, ഇന്നൊക്കെ ചോദിക്കാറല്ലേ, എന്തായി പഠിത്തം, ഇനി എന്താ പഠിക്കാൻ പോണത്, എത്രയായി, ഏതാ ക്ലാസ്, എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നൊക്കെ ചോദിക്കില്ലേ. ഇതുപോലെ ആ ഉണ്ണിയോട്, പട്ടരിപ്പാടിനോട് ചോദിക്കുകയാണ്. അന്ന് ചെറിയ ഉണ്ണി, ആ ഉണ്ണി നമ്പൂരിയോട് അവിടെയുള്ളൊരു വിദ്വാൻ, അക്കാലത്ത് അവിടെയുള്ളൊരു പണ്ഡിതൻ, ഒരു വിദ്വാൻ കുശലം ചോദിക്കുകയാണ്. ഇന്നാണെങ്കിൽ പഠിത്തം എവിടെ വരെ ചോദിക്കും, അന്ന് ചോദിച്ചത് വിഭക്തി, അങ്ങനെ ചോദിക്കുക. അക്കാലത്ത് സംസ്കൃതം പഠിക്കുമ്പോൾ വിഭക്തി 7 വിഭക്തികളാണ്. പ്രഥമാ വിഭക്തി, ദ്വിതീയ വിഭക്തി, തൃതീയ വിഭക്തി, ചതുർത്ഥി വിഭക്തി, ഇങ്ങനെ 7 വിഭക്തികൾ. അപ്പോൾ ആ വിഭക്തി പഠനം എവിടെയായി എന്ന് ചോദിക്കുക പണ്ടത്തെ കാലത്ത്. അപ്പം വിഭക്തി എന്തായി എന്ന് ചോദിച്ചു. ആ ചോദിച്ചതിന് പട്ടരിപ്പാട് പറഞ്ഞ ഉത്തരാത്ര ഈ ശ്ലോകം. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരുഃ, കൃഷ്ണഃ രക്ഷതു മാം ചരാചരഗുരുഃ. കൃഷ്ണഃ പ്രഥമാ വിഭക്തി, കൃഷ്ണൻ എന്നർത്ഥം. ആ ചരാചര ഗുരുവായിരിക്കുന്ന കൃഷ്ണൻ, ചരാചര ഗുരുഃ കൃഷ്ണഃ മാം രക്ഷതു, എന്നെ രക്ഷിക്കട്ടെ. ഒന്നാമത്തെ വിഭക്തി കഴിഞ്ഞേ, രണ്ടാമത്തെ വിഭക്തി കൃഷ്ണം നമസ്യേ സദാ, കൃഷ്ണം കൃഷ്ണനെ എന്നർത്ഥം. തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്, കൃഷ്ണഃ രക്ഷതു, കൃഷ്ണൻ രക്ഷിക്കട്ടെ, കൃഷ്ണൻ. ഇപ്പോൾ രണ്ടാമത്തെ വിഭക്തി കൃഷ്ണനെ, കൃഷ്ണൻ കൃഷ്ണനെ, കൃഷ്ണനാൽ, കൃഷ്ണനായിക്കൊണ്ട്, കൃഷ്ണനിൽ നിന്ന്, കൃഷ്ണന്റെ കൃഷ്ണനിൽ. ഇതൊക്കെയാണ് വിഭക്തികൾ. ഇതൊക്കെ ആവശ്യമാണ് അല്ലേ. ഞാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാം പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ വേണം, എന്നെ എന്ന് വേണം, എനിക്ക് എന്ന് വേണം, എന്നാൽ എന്ന് വേണം. ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് വാചകങ്ങൾ പറയാൻ പറ്റുള്ളൂ, വാക്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇവിടെ വിഭക്തി ശ്ലോകമാണിത്. ഓരോ വരിയിലും ഓരോ വിഭക്തി. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരുഃ, കൃഷ്ണഃ മാം രക്ഷതു, ചരാചര ഗുരുവായിരിക്കുന്ന ആ കൃഷ്ണൻ എന്നെ രക്ഷിക്കട്ടെ. കൃഷ്ണം നമസ്യേ സദാ, കൃഷ്ണം കൃഷ്ണനെ എന്നർത്ഥം. ആ കൃഷ്ണനെ ഞാൻ സദാ നമസ്യേ, ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. ആ ശ്രീകൃഷ്ണനെ ഞാൻ എപ്പോഴും നമസ്കരിക്കുന്നു. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്, കൃഷ്ണേന ഏവ. നോക്കണേ, ഒരുമിച്ചാകുമ്പോൾ കൃഷ്ണേനൈവ എന്നായി. കൃഷ്ണേന ഏവ, കൃഷ്ണേന എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കൃഷ്ണനാൽ. കൃഷ്ണേന ഏവ എന്ന് പറയുമ്പോഴോ കൃഷ്ണനാൽ മാത്രം, കൃഷ്ണനാൽ തന്നെ, ആ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ തന്നെ എപ്പോഴും. അസകൃത്ത് എന്ന് പറഞ്ഞാൽ എപ്പോഴും. സുരക്ഷിത അഹം, ഞാൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. ആ ഭഗവാൻ ശ്രീകൃഷ്ണനാൽ ഞാൻ എപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. ഇപ്പം 3 വിഭക്തികൾ കഴിഞ്ഞു. കൃഷ്ണൻ, കൃഷ്ണനെ, കൃഷ്ണനാൽ. ഇനി അടുത്തത് എന്താ? കൃഷ്ണനായിക്കൊണ്ട്. കൃഷ്ണായ ദത്തം മനഃ, കൃഷ്ണായ എന്താ അർത്ഥം? കൃഷ്ണനായിക്കൊണ്ട്, കൃഷ്ണനായിക്കൊണ്ട്. ദത്തം മനഃ, മനഃ ദത്തം, മനഃ പറഞ്ഞ മനസ്സ്. കൃഷ്ണനായിക്കൊണ്ട് എന്നാൽ എൻ്റെ മനസ്സ് നൽകപ്പെട്ടു. ദത്തം നൽകപ്പെട്ടു, അല്ലെങ്കിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അടുത്ത വരി കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണാദേവ ഒരുമിച്ചാവുമ്പോൾ കൃഷ്ണാദേവ, പദം പിരിക്കുമ്പോഴോ കൃഷ്ണാത് ഏവ. കൃഷ്ണാത് എന്താ അർത്ഥം? കൃഷ്ണനിൽ നിന്ന്. കൃഷ്ണാത് ഏവ, ആ കൃഷ്ണനിൽ നിന്ന് തന്നെയാണ്. കൃഷ്ണാത് ഏവ സമുദ്ഭവോ മമ വിഭോ, ആ കൃഷ്ണനിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. വിഭുവായിരിക്കുന്നവനെ, ഭഗവാനെ, കൃഷ്ണനിൽ നിന്നാണ് ഞാൻ ഉണ്ടായത്. കൃഷ്ണാത് ഏവ, കൃഷ്ണനിൽ നിന്നാണ്. സമുദ്ഭവഃ, അഹം സമുദ്ഭവഃ, ഞാൻ ഉണ്ടായത്. അപ്പൊ ഇവിടെ കൃഷ്ണനിൽ നിന്ന് എന്നുള്ളതിന് എന്താ പറയാൻ മനസ്സിലായില്ലേ? കൃഷ്ണാത്.
അപ്പൊ കൃഷ്ണ, കൃഷ്ണം, കൃഷ്ണേന, കൃഷ്ണായ, കൃഷ്ണാത്. ഇനി അടുത്തത് എന്താ? കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണസ്യ എന്താ അർത്ഥം? കൃഷ്ണന്റെ. കൃഷ്ണന്റെ ദാസോസ്മ്യഹം. പദം പിരിക്കുമ്പം ദാസഃ അസ്മി അഹം. ദാസനാകുന്നു ഞാൻ. ആ കൃഷ്ണന്റെ ദാസനാകുന്നു ഞാൻ. ഞാൻ ആ കൃഷ്ണന്റെ ദാസനാണ്. കൃഷ്ണന്റെ, കൃഷ്ണസ്യ. അടുത്ത വരിയോ? കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. എന്താർത്ഥം? കൃഷ്ണേ. കൃഷ്ണേ പറഞ്ഞാൽ കൃഷ്ണനിൽ എന്നർത്ഥം. ആ ഭഗവാൻ കൃഷ്ണനിൽ ഭക്തിരചഞ്ചലാസ്തു. പദം പിരിക്കുമ്പോൾ ഭക്തി അചഞ്ചലാ അസ്തു. അചഞ്ചലമായ, ചലിക്കാത്ത ഭക്തി. ആ ഭഗവാനിൽ നിന്ന് ഒട്ടും മനസ്സ് മാറിപ്പോവരുതേ. അങ്ങനെയുള്ളൊരു അചഞ്ചലമായ ഭക്തി അസ്തു, എനിക്കുണ്ടാവണേ. അല്ലയോ ഭഗവൻ, അല്ലയോ പ്രഭോ, എനിക്ക് ആ കൃഷ്ണനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥന. കൃഷ്ണനിൽ എന്ന അർത്ഥം വരാൻ കൃഷ്ണേ എന്നാണ് പറയുക. അടുത്തത് എന്താണ്? അടുത്തത് സംബോധന പ്രഥമ. പ്രഥമയുടെ തന്നെ ഒരു വകഭേദമാണ് സംബോധന പ്രഥമ. അതുകൊണ്ടാണ് സംബോധന പ്രഥമ എന്ന് പറയാൻ കാരണം. നമ്മൾ സംബോധന ചെയ്യുമ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ എങ്ങനെയാ പറയാ? ഇപ്പം കൃഷ്ണൻ എന്നാണ് പേരെങ്കിൽ വിളിക്കുക കൃഷ്ണ എന്നാണ് നമ്മൾ മലയാളത്തിൽ വിളിക്കുക. രാധിക എന്നാണ് പേരെങ്കിൽ നമ്മൾ വിളിക്കുക എങ്ങനെയാ? സംസ്കൃതത്തിലാണ് നമ്മൾ വിളിക്കുക എങ്ങനെയാ? രാധികേ എന്ന് വിളിക്കും. സംസ്കൃതത്തിലും അങ്ങനെ തന്നെയാണ്. രാധിക എന്നാണ് പേരെങ്കിൽ വിളിക്കുക, ഹേ രാധികേ എന്നാണ് വിളിക്കുക. കൃഷ്ണ എന്നാണ് പേരെങ്കിൽ സംസ്കൃതത്തിൽ കൃഷ്ണ എന്നല്ല വിളിക്കുക, ദീർഘം ഉണ്ടാവില്ല, ഹേ കൃഷ്ണ എന്നാണ്. ഹേ കൃഷ്ണ, അത്രയേ ഉള്ളൂ. ഹേ കൃഷ്ണ അല്ലെങ്കിൽ ഭോ കൃഷ്ണ എന്നാണ്. അതാണ് ഇവിടെ സംബോധന പ്രഥമയാണ്. അടുത്തത് ഹേ കൃഷ്ണ തുഭ്യം നമഃ. അല്ലയോ കൃഷ്ണ എന്നർത്ഥം. അല്ലയോ കൃഷ്ണ തുഭ്യം നമഃ, അങ്ങേക്ക് നമസ്കാരം. അപ്പം ഇവിടെ 7 വിഭക്തികളും സംബോധന പ്രഥമയും പറഞ്ഞു കഴിഞ്ഞു. വിഭക്തികൾ പറഞ്ഞു കഴിഞ്ഞു. ആ വിഭക്തികൾ മാത്രം പറയാനുണ്ടായത് അല്ല, ചോദിച്ചതിൻ്റെ ഉത്തരം പറയാതെ പറഞ്ഞു. ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു. ഇതിലൂടെ ഭഗവാനെ നമസ്കരിക്കലുമായി കൂട്ടത്തിൽ ഇതാ വിഭക്തിയും പറഞ്ഞു. ഇത് കണ്ട് ഉള്ളിൽ തൊഴുതു എന്നാണ് ആ വിദ്വാൻ. ചോദിച്ച പണ്ഡിതൻ ഉള്ളിൽ തൊഴുതു ഈ പട്ടേരിയെ. മുക്കോല ഭഗവതിയുടെ അനുഗ്രഹം നല്ല പോലെ ഉണ്ട് ഈ ഉണ്ണിക്ക്. വിഭക്തി മാത്രമല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് ഭക്തിയും നല്ല പോലെ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ പിന്നിലുള്ള കഥയായിട്ട് പറയാം. പട്ടരിപ്പാട് രചിച്ചതാണ് ഈ ശ്ലോകം. ഭക്തിയും വിഭക്തിയും ചേർന്ന ശ്ലോകം. 7 വിഭക്തികളും അവസാനം എന്താ സംബോധന പ്രഥമയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മനോഹരമായിട്ടുള്ള ശ്ലോകം. പണ്ട് കാലത്തൊക്കെ ഈ ശ്ലോകം പഠിപ്പിക്കും, കുട്ടികളെയൊക്കെ പഠിപ്പിക്കും. ഇപ്പോഴും വേണ്ടതാണ്. പറ്റുമെങ്കിൽ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക. ഇത് പഠിച്ചാലുള്ള ലാഭം ഭക്തി വളരും. മാത്രമല്ല എങ്ങനെയാണ് വിഭക്തികൾ ഉപയോഗിക്കേണ്ടത് മനസ്സിലാവും. വിഭക്തി പഠിക്കാൻ സാധിക്കും. ഓരോ വിഭക്തിയുടെയും അർത്ഥം അതെങ്ങനെയാണ് വാക്യങ്ങളിൽ പ്രയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ശ്ലോകം പഠിച്ചാൽ. അതുകൊണ്ട് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ശ്ലോകം. നമുക്ക് ഈ ശ്ലോകം ചൊല്ലി ഭഗവാനെ വന്ദിക്കാം. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ.